ഇവിടെ ഇപ്പോൾ വീട്ടിൽ ബോറടിച്ച് നിൽക്കാൻ പറ്റണില്ല ഏട്ടാ. ഞാൻ ആലോചിക്കണത് ഇന്ന് ഷിൻചാനും പിൻചാനും കൊണ്ട് പടത്തിന് പോയാലോന്ന്. നമ്മുടെ മറ്റേ ആടുജീവിതം പടല്ലേ, അത് ലോസ് ആൻഡോസിൽ റിലീസായി. കേരളത്തിൽ റിലീസായിട്ട് കുറച്ച് ദിവസമായി ഉണ്ടാവും. പക്ഷെ നമ്മുടെ ലോസ് ആൻഡോസിൽ ഇന്നാണ് റിലീസായേ. ഇന്ന് പിന്നെ 7 മണിക്ക് ഒരു ഷോ ഉണ്ട്. നമുക്ക് അതിൽ കാണാൻ പോവാം. ഒരു മിനിറ്റ്, ആരോ ബെല്ലടിച്ചല്ലോ. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. മിക്കവാറും അത് ലെസ്റ്റർ അല്ലെങ്കിൽ സിമിയോണാവും. അവരെനിക്ക് എന്തെങ്കിലും മിഷൻസ് പറഞ്ഞുതരും. ഇന്ന് പിന്നെ എനിക്ക് മിഷൻസ് ചെയ്യാനായിട്ട് ഒരു മൂഡും ഇല്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവിടെ മിലിറ്ററി ഒക്കെ വന്നൂലോ. ഇവര് ഒരു JCBയും പിന്നെ വലിയൊരു ഡംപറൊക്കെ ആയിട്ടാ വന്നേ. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ വീട് പൊളിച്ചളയാൻ വന്നതാണോ? ഒരു മിനിറ്റ്, നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. എവിടെ ഫ്രാങ്ക്ലിനെ, നീ പറഞ്ഞത് ശരിയാണ്. നിൻ്റെ വീട് പൊളിച്ചു കളയാനാണ് വന്നത്. വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഓർഡറാ. പ്രസിഡൻറ്റിന് എന്താണാവോ ഈ കാണുന്ന ഏരിയ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞത് ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളും പൊളിച്ചളഞ്ഞ് ഒരു എയർഫോഴ്സിൻ്റെ ബേസ് പണിയാൻ. എന്ത്? എയർഫോഴ്സിൻ്റെ ബേസാ? അതെങ്ങനെ ശരിയാവും? പ്രസിഡന്റിനിപ്പോൾ എയർഫോഴ്സിൻ്റെ ബേസ് പണിയണമെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും സ്ഥലം നോക്ക്. അതിനിപ്പോൾ എൻ്റെ വീടും പറമ്പും തന്നെ വേണോ? എൻ്റെ വീടിപ്പോൾ ഏതായാലും പൊളിച്ചളയാൻ പറ്റില്ല. ഈ വീട് പണിയാനായിട്ട് കോടികളാണ് ചിലവായേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. അല്ലാണ്ട് എൻ്റെ വീടൊന്നും പൊളിച്ചളയാൻ പറ്റില്ല. അല്ല, ഈ വീട് പൊളിച്ചളഞ്ഞാൽ നമ്മളെവിടെ താമസിക്കുക? അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ 5 വയസ്സായ 2 ചെക്കന്മാരുണ്ട്, ഷിൻചാനും പിൻചാനും. അവരുടെ കാര്യം കൂടി ആലോചിച്ച് നോക്ക്. എടാ ഫ്രാങ്ക്ലിനെ, നമ്മളോട് ഒന്നും തോന്നല്ലേ. നിൻ്റെ വീട് മാത്രമല്ല, ഈ ഏരിയയിലുള്ള എല്ലാ വീടും പൊളിച്ചു കളയാനാണ് പ്രസിഡൻറ്റിൻ്റെ ഓർഡർ. നമുക്ക് സത്യത്തിൽ അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇത് പ്രസിഡൻറ്റിൻ്റെ ഓർഡർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പെട്ടിയും കിടക്കും എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. ഇത് പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഓർഡർ ആയതുകൊണ്ട് അനുസരിച്ച് പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ പണി പോവും. നിങ്ങളുടെ പണിയൊന്നും പോവില്ല. നിങ്ങൾ ഒന്ന് പ്രസിഡൻറ്റിനോട് ചോദിച്ചു നോക്ക് വേറെ സ്ഥലം നോക്കാനായിട്ട്. വെറുതെ എന്തിനാ ഇത്രയും വീടുകളൊക്കെ പൊളിച്ചളയാനേ? ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട് പൊളിച്ചളയാനായിട്ട് ഇവിടെ ഒരാൾക്കും റൈറ്റ്സ് ഇല്ലേ. എൻ്റെ കയ്യിൽ ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നിൻ്റെ കയ്യിൽ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഓക്കെ. പക്ഷേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലേ. പ്രസിഡൻറ്റ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വീട് മാത്രമല്ല, ഈ ലോസ് ആൻഡോസിലെ മൊത്തം ബിൽഡിംഗ് ഒക്കെ പൊളിച്ചളയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് പറയാണ്, പെട്ടെന്ന് പെട്ടിയും കിടക്കും എടുത്ത സ്ഥലം വിട്ടോ, അതായിരിക്കും നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോണില്ല. ഒരാൾക്കും ഈ വീട് പൊളിച്ചളയാൻ പറ്റില്ല. എൻ്റെ വീടാണ്, എൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. അത് ശരി, നിനക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ. രണ്ടെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായിക്കോളൂ. സാറേ, നമ്മളിനി ഇന്നോട്ട് ചെയ്യണ്ടേ? ഈ വീടങ്ങ് പൊളിച്ചളഞ്ഞാലോ? എന്ത് പറയണു? നിങ്ങളിപ്പോൾ ഏതായാലും ഈ വീട് പൊളിച്ചളയാൻ പോണില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈ വണ്ടികളും എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അഥവാ എൻ്റെ വീടിന് ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. സാറേ, നമുക്ക് ഈ വീടങ്ങ് പൊളിച്ചളയാം, അതായിരിക്കും നല്ലത്. അത് ശരി, നിനക്കെന്താടാ കുറെ നേരമായില്ലോ. വന്നപ്പോൾ തൊട്ട് സഹിക്കുക. എൻ്റെ വീട് പൊളിച്ചളയാൻ വന്നേക്കണത്. അതെ ഫ്രാങ്ക്ലിനെ, കൈ വെച്ചിട്ടുള്ള കളി വേണ്ടാട്ടാ. നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എന്തോ ചെയ്യാൻ പോകണമെന്ന് എനിക്കൊന്ന് കാണണം. അല്ല പിന്നെ ശരിക്ക് ഇവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ പണിയും ഒപ്പിക്കണത് ഈ പ്രസിഡൻറ്റാ. എന്നാലും ഈ പ്രസിഡന്റിന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ഈ എയർഫോഴ്സിന്റെ ബേസ് പണിയാൻ? ഈ ഒരു സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ. ഫ്രാങ്ക്ലിൻ അണ്ണ, എന്താണ് പ്രശ്നം? പുറത്ത് മിലിറ്ററിയുടെ ആൾക്കാരൊക്കെ വന്നൂലോ. എന്താ വീടൊക്കെ പൊളിച്ചു കളയാൻ കാര്യം പറയണേ? ശരിക്കും നമ്മുടെ വീട് പൊളിച്ചു കളയാൻ പോവാണോ? ഇത് പൊളിച്ചു കഴിഞ്ഞ പിന്നെ നമ്മൾ എവിടെ താമസിക്കുക? നമുക്ക് വേറെ വീടില്ല. എടാ ഷിൻചാനെ, ഇവർ ഈ വീടൊന്നും പൊളിച്ചളയാൻ പോണില്ല. കളയാൻ ഞാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ചോപ്പിന് കാര്യം സാധിച്ചു. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടായാലും എൻ്റെ വീട് ഇവർ പൊളിച്ചളയാൻ പോണില്ല, അത് ഉറപ്പാ. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ വെപ്പൺസ് ഇരിക്കുന്നുണ്ട്. അഥവാ ആരെങ്കിലും എൻ്റെ വീടുമ്പോൾ കൈ വെച്ചാ പിന്നെ എല്ലാത്തിനും ഞാൻ തീർത്തളയും. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. ഇന്ന് പിന്നെ ആടുജീവിതം പടം കാണണമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോൾ അത് നടക്കില്ല. വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ബോറടിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. അല്ലാണ്ട് നേരം പോണില്ല. A few moments later. എൻ്റെ പൊന്നോ, ഇതെന്തുട്ടാ ഇത്രയും വലിയ സൗണ്ട്? നമ്മുടെ വീടാണോ പൊട്ടിത്തെറിച്ചേ? ഒന്ന് ചെന്ന് നോക്കി നോക്കട്ടെ. ഒരു മിനിറ്റ്, ഇത് നമ്മുടെ വീടല്ല, ഇത് സോമൻ ചേട്ടൻ്റെ വീടാ. സോമൻ ചേട്ടൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാലും ഈ നിലയ്ക്കാണല്ലോ പൊട്ടിത്തെറിച്ചേ. ഒരു മിനിറ്റ്, നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കി നോക്കാം. അത് പക്ഷെ നല്ലൊരു വീടായിരുന്നു കേട്ടാ. ഈ വീട് പണിയാനായിട്ട് സോമൻ ചേട്ടൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്.
അതിൽ കുറച്ച് പൈസ ഞാനാണ് കൊടുത്തത്. ഞാനാണ് കൊടുത്ത് സഹായിച്ചത്. ഇതിപ്പോൾ ഈ നിലയ്ക്ക് ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീടിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. അടുത്തത് എൻ്റെ വീടാ. എന്താ ഫ്രാങ്ക്ലിനെ, നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പോഴത്തെ കണ്ടില്ലേ, സോമൻ ചേട്ടൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അടുത്തത് നിൻ്റെ വീടാ. റെഡി ആയിട്ടിരുന്നോ? വേണമെങ്കിൽ നീ അവസാനമായിട്ട് ആ വീട് ഒന്നും കൂടി നന്നായിട്ട് നോക്കിക്കോ. അത് കഴിഞ്ഞാൽ നിനക്ക് ആ വീട് പിന്നെ കാണാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ നൈസായിട്ട് പണി പാളിയേക്കാണ് കേട്ടാ. അടുത്തത് അവർ എൻ്റെ വീടാണ് പൊളിക്കാൻ പോണേ. ഇനിയിപ്പോൾ ഒന്നൂടി ചെയ്യുക. നമുക്കിനി എന്തെങ്കിലും ചെയ്താൽ പറ്റൂ, അല്ലെങ്കിൽ അവർ എൻ്റെ വീടും കൂടി പൊളിച്ചളയും. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. പോലീസുകാർ എന്തായാലും ആക്ഷൻ എടുക്കാണ്ടിരിക്കില്ല, അത് ഉറപ്പാ. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് പോവാം. ഈ വണ്ടി എനിക്ക് എവിടെ നിന്നാണോ കിട്ടിയത്? വല്ലവരുടെ നിന്ന് അടിച്ചു മാറ്റിയതാവും. അതെന്തെങ്കിലും ആവട്ടെ, ഈ വണ്ടി ആരുടെങ്കിലും ആയിക്കോട്ടെ, അതിപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് വേണം കേസ് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി ഏതാണാവോ? ഞാനെപ്പോഴും വഴി മറന്നു പോവും. എന്തുട്ടായാലും സിമിയോൻ്റെ ഷോറൂമിൻ്റെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ, അത് ഉറപ്പാണ്. എന്നാലും എവിടെയാണ് ഈ പോലീസ് സ്റ്റേഷൻ? സിമിയോൻ്റെ ഷോറൂമിൻ്റെ അടുത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സിമിയോൻ്റെ ഷോറൂം എവിടെയാ? അങ്ങോട്ടുള്ള വഴിയും കൂടി ഞാൻ മറന്നുപോയി. ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. എന്തെങ്കിലും ആട്ടെ, നമുക്കപ്പോൾ ചെന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഹലോ സാറേ, ഞാനൊരു കംപ്ലൈൻറ്റ് തരാൻ വന്നതാ. അത് പിന്നെ നമ്മൾ വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയേക്കാ. എൻ്റെ വീടാണെങ്കിൽ മിലിറ്ററിക്കാർ പൊളിച്ചളയാൻ ശ്രമിക്കുക. എന്തോ പ്രസിഡൻറ്റിൻ്റെ ഓർഡർ എന്നൊക്കെ പറയണേ. അതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ വീട് പൊളിക്കാൻ ശ്രമിക്കുക. എൻ്റെ വീട് എങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് താമസിക്കാനായിട്ട് വരെ വീടില്ല. ഞാൻ പിന്നെ എവിടെ പോയിട്ട് നിൽക്കുക? അതുകൊണ്ട് സാറ് നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓ അങ്ങനെയാണോ? പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പ്രസിഡൻറ്റിൻ്റെ ഓർഡറാണ്. പ്രസിഡൻറ്റിൻ്റെ എതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഓർഡർ നമുക്ക് പാലിക്കുക തന്നെ വേണം. നമുക്കതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ എക്സ്ട്രീംലി സോറി. ആ ബെസ്റ്റ്. ഇവിടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഈ പോലീസുകാർക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല എന്ന്, കാരണം അത് പ്രസിഡൻറ്റ് ആയതുകൊണ്ട്. പ്രസിഡൻറ്റിൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പണി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഒരു മിനിറ്റ്, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഷിൻചാനും പിൻചാനും ചോപ്പ് വീട്ടിലൊറ്റയ്ക്കുക. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇവന്മാർ എൻ്റെ വീടും കൂടി കത്തിച്ച് കളഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്തൊരു ചെയ്യുക? ഷിൻചാനും പിൻചാനും ചോപ്പ് പുറത്ത് നിൽക്കുന്നുണ്ട്. എടാ ഷിൻചാനെ, പിൻചാനെ, ചോപ്പേ, നിങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തപ്പം ഉണ്ടായി അവിടെ? ഫ്രാങ്ക്ലിൻ അണ്ണാ, ഇവന്മാര് നമ്മുടെ വീടങ്ങ് കത്തിച്ച് കളഞ്ഞു. ഇനിയിപ്പോ എന്തൊരു ചെയ്യാ? നമുക്കിനി താമസിക്കാനായിട്ട് വേറെ വീടൊന്നുമില്ല. നമ്മൾ പിന്നെ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായേനെ. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? എനിക്ക് നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടാ ടെൻഷൻ. എനിക്ക് പിന്നെ വീടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എവിടെയെങ്കിലും തെരുവിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിക്കോളാം. പക്ഷെ നിങ്ങളെ ഞാൻ എന്തൊരു ചെയ്യുക ഞാൻ ആലോചിക്കണത്. നിങ്ങൾ തൽക്കാലം വണ്ടിയിൽ കയറ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ എല്ലാവരും വണ്ടിയിൽ കയറിയേക്കാണ്. 4 പേർക്ക് ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഇന്നത്തെ രാത്രി മുഴുവൻ ഈ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ടി വരും. എന്നാലും ഫ്രാങ്ക്ലിൻ അണ്ണാ, ഇവന്മാർ എന്തിനാണ് ആ വീട് കത്തിച്ചളഞ്ഞ്? എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് മിലിറ്ററിക്കാർ വന്ന് കത്തിച്ചളഞ്ഞു. എടാ പെൺചാനെ, മിലിറ്ററിക്കാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാ പണിയും ഒപ്പിച്ചത് ആ പ്രസിഡന്റാ. പ്രസിഡന്റ് അവർക്ക് ഓർഡർ കൊടുത്തു ആ ഏരിയയിലുള്ള എല്ലാ വീടുകളും പൊളിച്ചളയാൻ. അന്നേരം മിലിറ്ററിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രസിഡന്റ് പറയണത് അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ പണി പോവും. നമുക്കിപ്പോൾ താമസിക്കാനായിട്ട് വീടൊന്നുമില്ല. നമുക്ക് പോയിട്ട് ഒരു വീടങ്ങ് പർച്ചേസ് ചെയ്താലോ? പക്ഷേ എൻ്റെ കയ്യിൽ 10 ലക്ഷം മാത്രമേ ഉള്ളൂ. 10 ലക്ഷത്തിന് ഇവിടെ വീടൊന്നും കിട്ടില്ല. എനിക്കിപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാനിനി ഏതായാലും പ്രസിഡന്റിനെ വെറുതെ വിടാൻ പോണില്ല, അത് ഉറപ്പാ. നേരത്തെ പിന്നെ മിലിറ്ററിക്കാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നല്ല, പ്രസിഡന്റ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോസ് ആൻഡോസ് അങ്ങ് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കാന്ന്. ഈ പ്രസിഡന്റ് അപ്പോൾ ആള് ശരിയല്ല. നമുക്കപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രസിഡന്റ് അപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ ലോസ് ആൻഡോസിലെ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇവിടെ ലോസ് ആൻഡോസിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ആ പ്രസിഡന്റിന്റെ വീടില്ലേ, അതങ്ങ് മൊത്തത്തിൽ കത്തിച്ചളയാൻ പോവാ. കാര്യം പ്രസിഡന്റിന്റെ വീട് വലിയൊരു വീടാണ്. വലുതായാലും ചെറുതായാലും അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ഏതായാലും പ്രസിഡന്റിന്റെ വീട് കത്തിച്ചളയും. ഫ്രാങ്ക്ലിൻ അണ്ണാ, ഐഡിയ ഒക്കെ കൊള്ളാം.
പക്ഷെ സംഭവം ഇച്ചിരി റിസ്ക് ആണ്. നോക്കിയും കണ്ട് ചെയ്യേണ്ടി വരും. എടാ ഷിൻചാനെ, നീ ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇന്നിപ്പോൾ ഏതായാലും പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നിങ്ങൾ പിന്നെ എൻ്റെ കൂടെ വരുന്നില്ല. നിങ്ങളെ ഞാൻ ട്രെവറിനെ ഏൽപ്പിക്കാൻ പോവാ. നിങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പണിപ്പാളും. അതുകൊണ്ടാ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തോളാം. ഇവിടെ ഇപ്പം ഞാൻ ട്രെവറിൻ്റെ വീടിന് അവിടേക്ക് എത്താറായിട്ടുണ്ട്. ഈ വഴി അങ്ങ് നേരെ പോവാം. വേണമെങ്കിൽ നമുക്ക് ട്രെവറിനെ കൂടി കൂടെ കൂട്ടാം, അതായിരിക്കും നല്ലത്. മൈക്കിളായാലും ലെസ്റ്റർ ആയാലും ഇപ്പോൾ സിറ്റിയിലില്ല. അവർ വേറെ ഒരു സ്ഥലത്ത് പോയേക്കാ. അല്ലെങ്കിൽ പിന്നെ മൈക്കിളിനെ ഏൽപ്പിച്ചാലും മതിയായിരുന്നു. അതിപ്പോൾ കുഴപ്പമില്ല. ട്രെവറിൻ്റെ വീട്ടിൽ ഒരു അങ്കിളുണ്ട്. ആ അങ്കിള് ഇവന്മാരെ നോക്കിക്കോളും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ സാൻഡി ഷോർസിൽ എത്തിയേക്കാണ്. ഇവിടെ എവിടെയാണ് ട്രെവറിൻ്റെ വീട്? ഓക്കെ, ഇവിടെ ഞാൻ ട്രെവറിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ട്രെവറിൻ്റെ അങ്കിൾ ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹലോ അങ്കിളെ, ട്രെവർ എവിടെയാ? ട്രവർ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്ന് വിളിച്ചോക്ക്. എടാ ട്രെവറെ, ഒന്ന് പുറത്തേക്ക് വാടാ. ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതല്ല, വലിയൊരു പ്രശ്നമാണ്. എടാ ഫ്രാങ്ക്ലിനെ, എന്താ പറ്റിയേ? എന്താ പ്രശ്നം? എടാ ട്രെവറെ, ഒന്ന് പുറത്തേക്ക് വാ, എല്ലാം പറഞ്ഞുതരാം. ഏയ്, ഇതെന്തത്? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ആടെ ഡ്രൈവറെ, ആ മിലിറ്ററിക്കാർ വന്നിട്ട് എൻ്റെ വീടങ്ങ് പൊളിച്ചളഞ്ഞു. എൻ്റെ വീട് മാത്രമല്ല, ആ ഏരിയയിലുള്ള മൊത്തം വീടുകൾ പൊളിച്ചളഞ്ഞു. ഏയ്, അതെന്തത്? ഈ മിലിറ്ററിക്കാർ എന്തിനാ അങ്ങനെ ചെയ്യണേ? മിലിറ്ററിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പ്രസിഡന്റ് ഓർഡർ കൊടുത്തു ആ ഏരിയയിലുള്ള എല്ലാ വീടുകളും പൊളിച്ചളയാൻ. അവർ എന്നിട്ട് അവിടെ ഒരു എയർഫോഴ്സിൻ്റെ ബേസ് പണിയും. എയർഫോഴ്സിന്റെ ബേസാ? അവർക്കത് പണിയാനായിട്ട് വേറെ സ്ഥലം കിട്ടിയില്ലേ? നിന്റെ വീട് എന്നിട്ട് പൊളിച്ചളഞ്ഞാ? ആടെ ഡ്രൈവറെ, മിലിറ്ററിക്കാർ എൻ്റെ വീട് പൊളിച്ചളഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും നിന്റെ വീടിൻ്റെ അവിടേക്ക് വന്നേ. നമുക്കിപ്പോൾ താമസിക്കാനായിട്ട് വേറെ വീടില്ല. അതുകൊണ്ട് ഡ്രൈവറെ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഷിൻചാനും പിൻചാനും ചോപ്പനും നോക്ക്. ഞാൻ പോയിട്ട് പ്രസിഡന്റിൻ്റെ അടുത്ത് റിവഞ്ച് എടുത്തിട്ട് വരാം. അല്ല, നീ ഇപ്പൊ എന്തുകൂടെ ചെയ്യാൻ പോണേ? ഞാൻ ആ പ്രസിഡന്റിൻ്റെ വീട് മൊത്തത്തിൽ അങ്ങ് കത്തിച്ചളയാൻ പോവാ. അവരെങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ സംഭവം ഇച്ചിരി റിസ്ക് ആണ്. ഒരു കാര്യം ചെയ്യ്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി കൂടെ വരാം. ആടെ ഡ്രൈവറെ, നീ കൂടി കൂടെ പോരെ. എടാ ഷിൻചാനെ പിൻചാനെ ചോപ്പേ, നിങ്ങൾ അകത്ത് കയറിയിരിക്കും. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അല്ല ഫ്രാങ്ക്ലിനെ, ഈ പ്രസിഡന്റിന്റെ വീടൊക്കെ കത്തിച്ചളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എളുപ്പമുള്ള പണിയല്ല, ഇച്ചിരി റിസ്ക് ആണ്. എന്താ ചെയ്യാൻ പോണേ? എങ്ങനെ കത്തിച്ചളയാ? പ്രസിഡന്റിൻ്റെ വീട് കത്തിച്ചളയാം, പക്ഷെ അതിന് എനിക്ക് കുറച്ച് ബോംബിൻ്റെ ആവശ്യമുണ്ട്. ബോംബ് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുക? ബോംബ് ആ ലോസ്റ്റ് ഗ്യാങ്ങിന്റെ ആൾക്കാരുടെ കയ്യിലുണ്ടാവും. അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടാവും, ചോദിച്ചു കഴിഞ്ഞാൽ തരും. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ആ, ലോസ്റ്റ് ആൻഡ് ആൾക്കാരുടെ കയ്യിൽ ബോംബ് ഉണ്ടാവും. അവരുടെ ബേസ് പിന്നെ ഇവിടെ അടുത്തല്ലേ, അധികം ദൂരമൊന്നുമില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ ലോസ്റ്റ് ഗ്യാങ്ങിൻ്റെ ബേസിലേക്ക് എത്തിയേക്കാണ്. ഇതെന്തത്? ഇവിടെ ഒരാളിനും കാണാനില്ലല്ലോ. അല്ല ഡ്രൈവറെ, ഇവന്മാർ ബോംബൊക്കെ തരില്ലേ? അത് ഉറപ്പല്ലേ? പറ്റിക്കൊന്നുമില്ലല്ലോ? ഏയ്, അവര് പറ്റിക്കൊന്നുമില്ല, കാരണം അവന്മാർക്ക് എന്നെ ശരിക്കും അറിയില്ല. എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, അതെ, എനിക്ക് കുറച്ച് ബോംബിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഭയങ്കര തരികിട ബോംബൊക്കെ ഉണ്ടെന്ന് അറിയാം. ആ, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ബോംബ് ഇരിക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ തരാം, പക്ഷെ ഫ്രീ ആയിട്ടൊന്നും തരില്ല. ഒരു 50 ലക്ഷമെങ്കിലും വേണ്ടി വരും. ഓ, 50 ലക്ഷം? 50 ലക്ഷം നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ 60 ലക്ഷത്തിൻ്റെ ഒരു വണ്ടിയുണ്ട്, അത് മതിയാവോ? 60 ലക്ഷത്തിൻ്റെ വണ്ടിയാ? ആ, അതായാലും മതി, കുഴപ്പമില്ല. അല്ല, വണ്ടി എവിടെയാ? വണ്ടി ഞാനിപ്പോൾ കൊണ്ടുവരാം, ഞാനത് അവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇതാണ് ആ വണ്ടി. ഇതൊരു ജാഗ്വാറിൻ്റെ വണ്ടിയാണ്, അതും കൺവേർട്ടബിൾ മോഡല്. ഓ, ഈ വണ്ടി കുഴപ്പമില്ലല്ലോ, നൈസായിട്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കുള്ള ബോംബ് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 1 hour later. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യണം. ഇവരിപ്പോൾ ഏതായാലും ബോംബൊക്കെ അറേഞ്ച് ചെയ്തു, എല്ലാം ഈ വണ്ടിയുടെ അകത്തുണ്ട്.